Okay students, let us continue with the processor architecture explanation. Now here we have the next topic, that is peripheral devices and external communication. Memory devices are not the only category of peripheral devices necessary for a processor to be functional. A large number of peripheral devices are used to support different duties as per the system requirements. These devices, that is non-memory devices, are generally referred as input or output devices or input-output devices. These input-output devices are also connected, that is I/O ആണ് നമ്മളത് indicate ചെയ്യുന്നത്. So these input-output devices are also connected with the processor through the bus. Every processor offers three major types of bus, that is they are address bus, data bus and control bus. Out of these three buses, data bus is bidirectional, as data must come in and also go out of the processor depending on the specific requirements. Address bus is always unidirectional and it carries the address signals from the processor to all the external devices around it, memory and input output. Most of the control signals also move out of the processor. Okay, അപ്പോൾ ഇവിടെ നമുക്ക് പെരിഫറൽ ഡിവൈസസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെമ്മറി മാത്രമല്ല കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ പ്രൊസസ്സർ കണക്ഷൻ എന്ന് പറയുന്നത് പെരിഫറൽ ഡിവൈസസ് വെച്ച് കണക്ട് ഇവിടെ അതായത് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത് അത് പ്രൊസസ്സർ ഫങ്ഷണൽ ആവണമെങ്കിൽ എന്തായാലും പെരിഫറൽ ഡിവൈസസിൻ്റെ കമ്മ്യൂണിക്കേഷൻ വേണം. പ്രൊസസ്സർ അലോൺ കനോട്ട് ഡു എനിത്തിങ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഒരു പ്രൊസസ്സറിന് മാത്രമായിട്ട് ഒന്നും ചെയ്യാനാവില്ല. അത് എന്തെങ്കിലും ഫങ്ഷൻസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഇൻ്റർഫേസ്ഡ് ടു ദ മെമ്മറി ആൻഡ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അതായത് കണക്ഷൻ കൊടുക്കേണ്ടി വരും മെമ്മറിയിലേക്കും അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലേക്കും. അപ്പോൾ അതാണ് അതായത് മെമ്മറി അല്ലാത്ത ഡിവൈസസ് നമ്മൾ പറയുന്നത് പെരിഫറൽ ഡിവൈസസ്. ഡിഫറെൻറ്റ് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടി വരും സിസ്റ്റം റിക്വയർമെൻറ്റ് അനുസരിച്ച്. അപ്പോൾ ദോസ് ഡിവൈസസ് ആർ കോൾഡ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, നോൺ മെമ്മറി ഡിവൈസസ് ആണത്. ഓക്കെ, ആൻഡ് ദീസ് ഡിവൈസസ് ആർ കണക്റ്റഡ് വിത്ത് ത്രൂ ദ ബസ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 types of bus ആണ്, അതായത് അഡ്രസ് ബസ്, ഡേറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ആൻഡ് ഔട്ട് ഓഫ് ദ 3 ബസ്സസ് ഡേറ്റ ബസ് ബൈഡയറക്ഷനാണ്. ആൻഡ് കാരണം ഡേറ്റ ഹാസ് ടു കം ഇൻ ആൻഡ് ഗോ ഔട്ട് ഓഫ് ദ പ്രൊസസ്സർ ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പം ഡേറ്റ ബസ് 2 ഡയറക്ഷനിലും പോസിബിളാണ്. അഡ്രസ് ബസ് എന്ന് പറയുന്നത് യൂണിഡയറക്ഷനിലാണ്. അതായത് അഡ്രസ് സിഗ്നൽസ് പ്രൊസസ്സറിൽ നിന്ന് എക്സ്റ്റേണൽ ഡിവൈസസിലേക്ക് കണക്ട് ചെയ്യണം. അതായത് എക്സ്റ്റേണൽ ഡിവൈസസ് അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി, അതിലേക്ക് ഫ്രം പ്രൊസസ്സർ ടു ദ ഡിവൈസസ്. അങ്ങനെയാണ് അഡ്രസ്സ് ഫ്ലോ ഉണ്ടാവും അല്ലെങ്കിൽ അഡ്രസ്സ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് കൺട്രോൾ സിഗ്നൽസ്, മോസ്റ്റ്ലി കൺട്രോൾ സിഗ്നൽസ് അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ പ്രൊസസ്സറാണ് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ സിഗ്നൽസ് നോക്കാം. ഫിഗർ 3 ഷോസ് ദ external signals of a generic processor. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൊസസ്സറിൻ്റെ സിഗ്നൽസ് ഏതൊക്കെയാണെന്ന്. അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, അഡ്രസ്സ് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സിംഗിൾ ലൈന് വരുന്നത് അതെല്ലാം സിംഗിളായിട്ടാണ് വരിക. അതായത് മൾട്ടിപ്പിൾ സിഗ്നൽസ് വരുമ്പോഴാണ് നമുക്ക് ആരോ വെച്ചിട്ട് കാണിക്കുന്നത്, ഡബിൾ ലൈൻഡ് ആരോ. ഓക്കെ, അതാണ് ആരോ. സോ അത് മൾട്ടിപ്പിൾ സിഗ്നൽസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ്സ് ഒന്നിൽ കൂടുതലുണ്ടാവാം, ഡേറ്റ അതുപോലെ തന്നെ ഒന്നിൽ കൂടുതലായിരിക്കും. സോ ഇവിടെ നമുക്ക് അഡ്രസ്സ് വരുന്നത് ഫ്രം പ്രൊസസ്സർ ടു ഔട്ട്സൈഡ്. ഓക്കെ, അപ്പം അഡ്രസ് സിഗ്നൽസ് ടു മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ദെൻ വി ഹാവ് ഡേറ്റ സിഗ്നൽസ് ഫ്രം ഓർ ടു മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അത് ബൈ ഡയറക്ഷനിലാണ് ഡേറ്റ. ദെൻ വി ഹാവ് ദ കൺട്രോൾ സിഗ്നൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റീഡ് ആൻഡ് റൈറ്റ് ആണ് ആക്ച്വലി മെയിൻലി കൺട്രോൾ സിഗ്നൽസ്. പക്ഷേ മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്, അങ്ങനെ 4 സിഗ്നൽസാണ് കൺട്രോൾ സിഗ്നൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ മെമ്മറി റീഡ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ദ ഡേറ്റ ഫ്രം എ മെമ്മറി ഡിവൈസിൽ നിന്ന് ഡേറ്റ എടുക്കുന്നു അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നു, അതാണ് മെമ്മറി റീഡ്. വരാസ് മെമ്മറി റൈറ്റ് എന്ന് പറയുന്നത് സ്റ്റോർ ഡേറ്റ വിതിൻ ദ മെമ്മറി, അതായത് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നു ഡേറ്റ. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെമ്മറി റൈറ്റ് സിഗ്നൽ. Then we have the
ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് എന്ന് പറയുന്നത് ഗെറ്റ് ദ ഡേറ്റ ഫ്രം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഡേറ്റ എടുക്കുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് എന്ന് പറയുന്നത് സ്റ്റോർ ദ ഡേറ്റ വിതിൻ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 സിഗ്നൽസ് ആണ് കൺട്രോൾ സിഗ്നൽസ്. ദെൻ വി ഹാവ് ദ ക്ലോക്ക് സിഗ്നൽ പറഞ്ഞല്ലോ. അപ്പം മൈക്രോ പ്രോസസ്സർ എപ്പോഴും അല്ലെങ്കിൽ പ്രോസസ്സർ എപ്പോഴും വർക്ക് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ക്ലോക്ക് ആണ്. സോ ക്ലോക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഓസിലേറ്ററി സർക്യൂട്ടിൽ നിന്നാണ് ക്ലോക്ക് സിഗ്നൽ വരുന്നത്. ഇനി റീസെറ്റ് എന്നൊരു സിഗ്നൽ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു പ്രൊസസ്സർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സപ്പോസ് എന്തെങ്കിലും വേറൊരു ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്ത് സ്റ്റോപ്പ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻട്രപ്ഷൻ വരുന്നുണ്ട്. അപ്പം അതായത് തിരിച്ച് ആദ്യം മുതലേ തുടങ്ങണമെങ്കിൽ അതിനെ റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആദ്യം മുതലേ എല്ലാം ഇനീഷ്യലൈസ് എല്ലാം ചെയ്ത്, അതായത് എല്ലാം 000 ആയിട്ട് അത് ആദ്യം മുതലേ തുടങ്ങാൻ വേണ്ടി അത് റീസെറ്റ് കണ്ടീഷനാണ്. ദെൻ വി ഹാവ് ദ സ്റ്റേറ്റസ് സിഗ്നൽസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റസ് അറിയിക്കാൻ വേണ്ടി. ദെൻ ഇൻട്രപ്റ്റ് ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഡിവൈസിന് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അതൊരു ഇൻട്രപ്റ്റ് സിഗ്നൽ സെൻഡ് ചെയ്യും. പിന്നെ ഒരു പ്രൊസസ്സർ എന്ന് പറയുന്നത് IC ആണല്ലോ. അപ്പോൾ അവിടെ നമുക്കൊരു പ്ലസ് വോൾട്ട് DC, അതായത് പവർ സപ്ലൈ VCC ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൗണ്ടും ഉണ്ടാവും. സോ ദീസ് ആർ ദ സിഗ്നൽസ് റിലേറ്റഡ് ടു ദ പ്രൊസസ്സർ. Now let us consider the address bus and the addressing. The width of the address bus or number of address lines available from any processor indicates its maximum memory size handling capability. The number of memory locations, that is bytes or words as the case might be, addressable by n address lines is 2 raised to n. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് അഡ്രസ് ബസ്സിൻ്റെ വിഡ്ത്ത്, അതായത് എത്രയാണ് അഡ്രസ് ബസ് അതിൻ്റെ വിഡ്ത്ത്, അപ്പോൾ ആ ഒരു സൈസ് എത്രയാണ്, അത് അല്ലെങ്കിൽ നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ്. ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്നത് ആക്ച്വലി നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ഫ്രം എ പ്രൊസസ്സർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാക്സിമം എത്ര മെമ്മറി അത് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം നമുക്കിപ്പം നിങ്ങൾ മദർ ബോർഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം മദർ ബോർഡിൽ തന്നെ നമുക്ക് കുറേ മെമ്മറി ഡിവൈസസ് ഉണ്ടാവാം, ഒന്നിൽ കൂടുതൽ മെമ്മറീസ് ഉണ്ടാവാം. പക്ഷേ ഒരു പ്രൊസസ്സറിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് ഒരു എത്ര മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റാണ് ഈ പറയുന്നത്. അതായത് 2 raised to n ആണ്, വേർ n വിൽ ബി ദ നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻസ്, എത്ര മെമ്മറി ലൊക്കേഷൻസ് ആണ് ഒരു പ്രൊസസ്സറിന് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ആണ് നമ്മൾ പറയുന്നത് 2 raised to n, വേർ n എന്താണ്, നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ്. സപ്പോസ് അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് പ്രൊസസ്സർ 16 അഡ്രസ് ലൈൻസ് ആണ് ഒരു പ്രൊസസ്സർ ഓഫർ ചെയ്യുന്നതെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ 2 raised to 16 ആണ്. ദാറ്റ് മീൻസ് 64K ലൊക്കേഷൻസ്. അതായത് ഈ K ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ആക്ച്വലി നമ്മൾ 1K എന്ന് പറയുന്നത് 2 raised to 10 ആണ്. ദാറ്റ് ഈസ് 1024 ആണ് അതിൻ്റെ ലൊക്കേഷൻസ് വരാം. ഓക്കെ, സോ 64K ആയിട്ട് അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ 2 raised to 16 എന്ന് പറയുന്നത് 65536 ആണ്. അതായത് 65,536 അത്രയും. അപ്പം നമ്മൾ പക്ഷേ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 64K ഇൻ ടേംസ് ഓഫ് K ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഈസ് ഓഫറിങ് 20 അഡ്രസ് ലൈൻസ് ദെൻ it can address 2 raised to 20 or 1 megabyte locations and so on. ഓക്കെ, അപ്പോൾ എത്ര അഡ്രസ് ലൈൻസ് ആണോ അതനുസരിച്ച് നമുക്കതിൻ്റെ മെമ്മറി അഡ്രസ്സിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ മെമ്മറി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി അറിയാൻ പറ്റും. We know that the address bus helps in locating any desired data with any memory or input-output device. These address lines are decoded by a decoder inside the memory or input-output device to target the desired location. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു മദർ ബോർഡിൽ തന്നെ കുറേ മെമ്മറീസ് ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് ഓരോ മെമ്മറിയും സെലക്ട് ചെയ്യുന്നത്, അതിന് വേണ്ടി ഒരു ഡീകോഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അതിനൊരു ഫിഗർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് n അഡ്രസ് ലൈൻസ് പ്രൊസസ്സറിന് കൊടുത്തു കഴിഞ്ഞാൽ n to 2 raised to n ഡീകോഡർ ഉണ്ടാവും. ആ ഡീകോഡർ വഴി ലൊക്കേഷൻസ്, അതായത് സെലക്ട് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഡേറ്റ കുറേ ലൊക്കേഷൻസ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് സെലക്ട് ചെയ്യും. അതായത് ഈ ഡീകോഡർ വഴിയാണ് ഓരോ ലൈൻ, അതായത് ഇപ്പോൾ ഒരു അഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ അഡ്രസ്സ് വരുന്ന അനുസരിച്ച് ഓരോ
മെമ്മറി ലൊക്കേഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അഡ്രസ്സിങ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ബൈ ദ പ്രൊസസ്സർ. സോ ഒരു ഡീകോഡർ ഇവിടെ ആവശ്യമാണ് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി. Okay, now let us consider the data bus and the data flow. Now the width of the data bus of any processor indicates its simultaneous handling capability of the maximum number of bits. Generally, a processor is designated by its data bus width. For example, an 8-bit processor is capable of communicating 8 bits of data at the same time or having an 8-bit data bus. Similarly, 16-bit processor has 16 parallel data lines for data communication. The flow of data is bidirectional depending upon whether the processor is interested in reading from or writing into the device, that is memory or input-output. This intention of the processor is expressed through the control signals read and write. Depending upon this indication, read or write, the device enables appropriate 3-state buffer to allow the flow of data signals from the data location already selected by the address signals. അതായത് ഇവിടെ നമുക്ക് ഡേറ്റാ ബസ്സിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ എത്ര ഡേറ്റ ലൈൻസ് ഉണ്ട്, ഡേറ്റ ലൈൻസ് ഒരു പ്രൊസസ്സറിൻ്റെ അത് അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ബിറ്റ്സ് എത്ര ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഡേറ്റാ ബസ് വിഡ്ത്ത് വെച്ചിട്ടാണ് ഒരു പ്രൊസസ്സറിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറയുമ്പോൾ സാധാരണ പറയാറ് 8-ബിറ്റ് പ്രൊസസ്സർ അല്ലെങ്കിൽ 16-ബിറ്റ് പ്രൊസസ്സർ അങ്ങനെയാണ് പറയാറ്. അപ്പോൾ ഈ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 8-ബിറ്റ് ആണ് പറയുന്നതെങ്കിൽ ദാറ്റ് മീൻസ് 8 ബിറ്റ്സ് ഓഫ് ഡേറ്റ ഒരു സമയത്ത് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 16-ബിറ്റ് പ്രൊസസ്സർ ആണെങ്കിൽ അതായത് 16 ഡേറ്റ ലൈൻസ് അല്ലെങ്കിൽ 16 ബിറ്റ് ഡേറ്റ ഒരു സമയത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫ്ലോ എന്ന് പറയുന്നത് ഡേറ്റ ലൈൻസിൻ്റെ ബൈ ഡയറക്ഷനിലാണ്. അപ്പോൾ അത് സപ്പോസ് റീഡ് ആണോ ചെയ്യുന്നത് റൈറ്റ് ആണോ ചെയ്യുന്നത് അതനുസരിച്ച് 2 ഡയറക്ഷനിലും പോസിബിളാണ്. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ സിഗ്നൽസ് വെച്ചിട്ടാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്, അതായത് റീഡ് ആണോ റൈറ്റ് ആണോ. അപ്പോൾ അങ്ങനെ 4 സിഗ്നൽസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്, അങ്ങനെ സിഗ്നൽസ് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫിഗർ നോക്കാം. അതായത് ഡേറ്റ ഫ്ലോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഡേറ്റ ഫ്ലോ മെക്കാനിസം ബിറ്റ്വീൻ ദ മെമ്മറി ആൻഡ് ദ പ്രൊസസ്സർ. അവിടെ നമുക്ക് ഗേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം, അതായത് നാൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് ഇത് കണക്ഷൻസ് അതായത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൊക്കേഷൻ സെലക്ട് ഡീകോഡർ വഴി ഒരു ഇത് ഡേറ്റ വരുന്നുണ്ട്. പിന്നെ മെമ്മറി റൈറ്റ് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ മെമ്മറി റീഡ്. സോ മെമ്മറി റീഡ് എപ്പോഴാണോ ലോ ആവുന്നത് ആ സമയത്ത് അത് എനേബിൾ ചെയ്യും. സോ ഇപ്പോൾ ഡേറ്റ ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു ബഫർ ഉണ്ട്, ട്രൈ സ്റ്റേറ്റ് ബഫർ. അപ്പം 3 അതായത് ഇവിടെ നമുക്ക് അതായത് ഈ ഒരു ഡേറ്റ ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ the device enables the appropriate 3-state buffer to allow the flow of data signals from the data location already selected by the address signals. Identical type of 3-state buffers is also present at the processor end in its data bus. Okay, this is illustrated in figure 5 using 1 byte of storage area. That is 8 bits ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കണ്ടോ 8 ബിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. 8 ബിറ്റ്സ് ആണ് ഇവിടെ സെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് D0 to D7. ഓക്കെ, അപ്പോൾ D0 to D7 വരെ ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റും, 8 ബിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം D0 to D7 represents the data bus interface with the processor. 8 flip-flops are for the storage of data, and at the input and output of each flip-flop, tri-state buffers are provided, whose control inputs are connected in parallel. The location select signal from the decoder within the memory IC along with the memory read or memory write enables these buffers. Clock signal acts in conjunction with the memory write and select signals for the storage operation. അതായത് ഇവിടെ ഈ ഡേറ്റ ഇപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്ത് അതനുസരിച്ച് അത് ഓരോ ഡിലേ, അതായത് ഒരു ക്ലോക്ക് സിഗ്നൽ കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരും. ഓക്കെ, ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് ഔട്ട്പുട്ടിലേക്ക് വരും. ഇത് എനേബിൾ ചെയ്യാം, അതായത് ഈ ഒരു ഈ ട്രൈ സ്റ്റേറ്റ് ബഫേഴ്സ് ഉണ്ട്. ഈ ട്രൈ സ്റ്റേറ്റ് ബഫേഴ്സ് എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ മെമ്മറി റൈറ്റ് സിഗ്നലും പിന്നെ ക്ലോക്ക് സിഗ്നലും മെമ്മറി റീഡ് സിഗ്നലും.
അതിൻ്റെ ഓപ്പറേഷൻ, അതായത് അതിലെങ്ങനെയാണോ സിഗ്നൽസ് വരുന്നത്, 0 ആണോ 1 ആണോ അതനുസരിച്ച് ഈ ട്രൈ സ്റ്റേറ്റ് ബഫേഴ്സ് എനേബിൾ ആവും. അതനുസരിച്ച് ഡേറ്റ അവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് സ്റ്റോർ ആവും. അതിനുശേഷം ഒരു ഡിലേ കഴിഞ്ഞാൽ, അതായത് ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമുക്ക് അറിയാം, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ആ ഡിലേ ഒരു ക്ലോക്ക് സിഗ്നൽ കഴിഞ്ഞാൽ ഔട്ട്പുട്ട് D0 to D7 വരെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡേറ്റ ഫ്ലോ വരുന്നത്. Okay, so in the figure we can see that it should be noted that although separate lines indicate input to and output from the tri-state buffers, designation for any pair of buffers is the same. Either both are D0 or both are D1. Externally, these data line pairs are connected together to form a bus of 8 data lines, that is D0 to D7. അപ്പോൾ ഇവിടെ നമുക്ക് any pair of, അതായത് ഏത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബോത്ത് D0 അല്ലെങ്കിൽ ബോത്ത് D1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നതും അതായത് ഔട്ട്പുട്ട് എടുക്കുന്നതും D0 ആണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എക്സ്റ്റേണലി ഒരു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ D0 to D7 വരെ 8 ലൈൻസ് അവിടെ they are connected together to form a bus of 8 data lines externally. ഓക്കെ, ഇനി നമുക്ക് കൺട്രോൾ ബസ്സിന് നോക്കാം. അപ്പോൾ കൺട്രോൾ ബസ് എന്ന് പറയുന്നത് നമ്പർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ കൺട്രോൾ സിഗ്നൽസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ കൺട്രോൾ ബസ് വേരീസ് വൈഡ്ലി വിത്ത് ദ പ്രോസസ്സർ ഇറ്റ്സെൽഫ്. However, two of its important signals are read and write. Condition of these control signals indicate whether the present operation intended by the processor is expecting the data in, that is read, or sending the data out, that is write. As the processor is to interact with two types of devices, memory and input output, in general 4 read write ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഫിഗർ 3 നോക്കുമ്പോൾ എക്സ്റ്റേണൽ സിഗ്നൽസ് അതിൽ 4 സിഗ്നൽസ് ആണ് കൺട്രോൾ സിഗ്നൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 ഡിവൈസസ് ആണല്ലോ, മെമ്മറിയും ഇൻപുട്ട് ഔട്ട്പുട്ട്, അതുകൊണ്ട് തന്നെ ദർ വിൽ ബി 4 സിഗ്നൽസ്. A few status signals are also available from the processor apart from power input signals. Two more input signals are essential for all processors, namely clock and reset. Apart from these, a few external interrupts input signals are also provided in all the processors. Purpose of all these signals is to execute any program. Programs are composed of individual instructions. Okay, അപ്പോൾ ഇവിടെ കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം റീഡ് ആൻഡ് റൈറ്റ് ആണ് മെയിൻ. അപ്പോൾ അവിടെ വേറെയും കൺട്രോൾ സിഗ്നൽസ് ഉണ്ടാവും, പക്ഷേ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നൽസ് എന്ന് പറയുന്നത് റീഡും റൈറ്റും ആണ്. ആൻഡ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് പ്രസൻറ്റ് ഓപ്പറേഷൻ എന്താണോ അതനുസരിച്ച്, അതായത് പ്രൊസസ്സർ ഡേറ്റ ഇൻപുട്ടായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് റീഡാണ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ അത് റൈറ്റാണ്. സോ പ്രൊസസ്സറിന് 4 സിഗ്നൽസ് ആണ് ഉണ്ടാവുക. ഓക്കെ, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. ആൻഡ് ഫ്യൂ സ്റ്റേറ്റസ് സിഗ്നൽസ് ഓൾസോ ആർ അവൈലബിൾ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ക്ലോക്കും റീസെറ്റും ആവശ്യമാണ്, അത് ഞാൻ പറഞ്ഞു. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് സിഗ്നൽസും ചിലപ്പോൾ ഉണ്ടാവാം, ഇപ്പം വേറെ ഡിവൈസിന് പ്രൊസസ്സറിൻ്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് എല്ലാ സിഗ്നൽസും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ഓക്കെ.